യുക്രൈനിൽ യുദ്ധങ്ങൾ തുടങ്ങുന്നത് മനുഷ്യ മനസ്സുകളിലാണ്. സമാധാന ശ്രമങ്ങൾ തുടങ്ങേണ്ടതും അവിടെ നിന്ന് തന്നെ. അതിനാൽ പ്രാർത്ഥനയാകുന്ന ആയുധം കൈകളിൽ എടുക്കുക. കോവിഡ് എന്ന മഹാവ്യാധിയിൽ നിന്ന് ലോകം കരകയറും മുൻപ് ഒരു ലോക മഹായുദ്ധമോ ചിന്തിക്കാൻ പറ്റുന്നില്ല. ഇത് ജനജീവിതം നരകമാക്കും. യുക്രൈനിലെ യുദ്ധഭീതിയെക്കുറിച്ചാണ് ദിവസങ്ങളായി ലോകം ചർച്ച ചെയ്യുന്നത്. ഇന്ത്യ അടക്കമുള്ള വിവിധ രാജ്യങ്ങൾ അവരുടെ പൗരന്മാരെ യുക്രൈനിൽ നിന്ന് തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. ഇപ്പോൾ റഷ്യയുടെ ആക്രമണം യുക്രൈൻ ജനതയുടെ ഉറക്കം കെടുത്തുകയാണ്. യുക്രൈനെ സൈനിക രഹിതവും നാസി വിമുക്തവുമാക്കുകയാണ് റഷ്യയുടെ ലക്ഷ്യം. ബാഹ്യശക്തികൾ വിഷയത്തിൽ ഇടപെട്ടാൽ പ്രത്യാഘാതം ഗുരുതരമായിരിക്കുമെന്നും രക്തച്ചൊരിച്ചിലുണ്ടായാൽ ഉത്തരവാദികൾ യുക്രൈനും സഖ്യകക്ഷികളുമായിരിക്കുമെന്നും വ്ളാഡിമിർ പുടിൻ പറയുന്നു. അമേരിക്ക അടക്കം നാറ്റോ സഖ്യകക്ഷികളെല്ലാം ഒരുമിച്ച് റഷ്യയോട് പകരം വീട്ടുമെന്ന് പറയുന്നുണ്ട്. ഇത് വലിയൊരു യുദ്ധത്തിൽ കലാശിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. യുക്രൈനിലുള്ള റഷ്യൻ അധിനിവേശം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2014 റഷ്യൻ സൈന്യം യുക്രൈനിൽ കടന്നുകയറി അവിടുത്തെ ഒരു പ്രവിശ്യയിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുകയായിരുന്നു. ആ പ്രവിശ്യ റഷ്യയ്ക്കൊപ്പം ചേർക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ സംഭവിക്കുന്നത് റഷ്യൻ സൈന്യം അവരുടെ ആ ലക്ഷ്യം ഒരിടവേളയ്ക്ക് ശേഷം നടപ്പാക്കാൻ ശ്രമിക്കുന്നുവെന്ന് മാത്രം. റഷ്യയും യുക്രൈനും തമ്മിൽ ഉറ്റ ബന്ധുക്കളും സുഹൃത്തുക്കളും ആയിരുന്നു. 1991 സോവിയറ്റ് യൂണിയൻ ഛിന്നഭിന്നമായപ്പോൾ സോവിയറ്റ് യൂണിയന്റെ പിന്തുടർച്ച റഷ്യ ഏറ്റെടുത്തു. അങ്ങനെ സോവിയറ്റ് യൂണിയൻ കാലാകാലങ്ങളിലായി കൂട്ടിച്ചേർക്കപ്പെട്ട ഓരോ പ്രവിശ്യകളും ഓരോ രാജ്യങ്ങളായി മാറി. അങ്ങനെ രൂപീകരിക്കപ്പെട്ട ഈ രാജ്യങ്ങൾ പരസ്പരം സൗഹൃദത്തിൽ തന്നെയായിരുന്നു എന്നതാണ് വാസ്തവം. എന്നാൽ യുക്രൈൻ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി യൂറോപ്യൻ യൂണിയനോടും നാറ്റോയോടും ചേർന്ന് പ്രവർത്തിച്ചു. അങ്ങനെ യുക്രൈനും റഷ്യയും തമ്മിൽ ഭിന്നതയിലാകുന്നു. ഇതാണ് ഇങ്ങനെയൊരു യുദ്ധത്തിന് സമാനമായ അവസ്ഥയിൽ എത്തിച്ചത്. ഇവിടെ ലോകം മുഴുവൻ യുക്രൈന്റെ ഭാഗമായി അംഗീകരിച്ചിരിക്കുന്ന പ്രവിശ്യകളിൽ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്ന നീക്കമാണ് റഷ്യ നടത്തുന്നത്. ഇത് അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് എതിരാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും അമേരിക്കയും നാറ്റോ സഖ്യവുമൊക്കെ ഇത് കടന്നുകയറ്റമാണ് എന്ന തരത്തിൽ ഇടപെടുന്നത്. റഷ്യയുടെ ഈ പ്രവണത അംഗീകരിച്ചാൽ ലോകമെമ്പാടുമുള്ള ആഭ്യന്തര ഛിദ്ര ശക്തികൾക്ക് ശക്തി പകരും. ഉദാഹരണത്തിന് കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ്. കാശ്മീർ ഇന്ത്യയുടെ പരമാധികാരത്തിന്റെ ഭാഗമാണ്. മറ്റൊരു രാജ്യമായ പാകിസ്ഥാൻ പരസ്യമായി കാശ്മീരിനെ സ്വതന്ത്രമാക്കാൻ പട്ടാളത്തെ ഇറക്കുമെന്ന് പ്രഖ്യാപിച്ചാൽ എന്തു ചെയ്യും? അതുപോലെ കാണണം ഈ പ്രശ്നവും. പാകിസ്ഥാനെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി നമുക്കുണ്ടെങ്കിൽ റഷ്യയെ കൈകാര്യം ചെയ്യാനുള്ള ശക്തി ചെറിയ രാജ്യമായ യുക്രൈന് ഇല്ല. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ രക്ഷാസമിതിയും അമേരിക്കയും നാറ്റോ സഖ്യവുമൊക്കെ യുക്രൈന് പിന്തുണയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ ആരുടെ പക്ഷത്ത് നിൽക്കും? എന്തായിരിക്കും ഇന്ത്യയുടെ നിലപാട് എന്നതാണ് ഏവരും ചോദിക്കുന്നത്. യുക്രൈൻ റഷ്യ പ്രശ്നത്തിൽ ചർച്ചയിലൂടെ തന്നെ നയതന്ത്ര പരിഹാരം നേടണം എന്നതാണ് ഇന്ത്യ ഇപ്പോൾ മുന്നോട്ട് വച്ചിരിക്കുന്ന നിലപാട്. സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സമാധാനം ആഗ്രഹിക്കുന്നവരുടെ രാജ്യം എന്ന നിലയിൽ ഇന്ത്യ സ്വീകരിച്ച ഈ നിലപാടിനോട് യോജിക്കണം എന്ന് തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. UN യോഗത്തിലാണ് ഇന്ത്യ ഈ നിലപാട് വ്യക്തമാക്കിയത്. ഒരു ലോക മഹായുദ്ധമുണ്ടായാൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്നത് ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ റഷ്യയുടെയും അമേരിക്കയുടെയും സൗഹൃദ രാജ്യമാണ്. കൂടാതെ ഇന്ത്യൻ പൗരന്മാർ നിരവധി പേരാണ് യുക്രൈനിൽ ഉള്ളത്. അവർ നാട്ടിലെത്തിയാൽ അവരുടെ പുനരധിവാസം, തൊഴിൽ ഒക്കെ ഒരു വലിയ പ്രശ്നമാണ് ഇന്ത്യക്ക്. അതിനാൽ ഒരു ലോകമഹായുദ്ധം സാധാരണ ജനങ്ങൾക്ക് താങ്ങാവുന്നതിൽ അപ്പുറമായിരിക്കും. പട്ടിണിയും ദാരിദ്ര്യവും തൊഴിലില്ലായ്മയും മഹാവ്യാധികളുമൊക്കെ പെരുകുന്നതിനായിരിക്കും ഈ യുദ്ധം ഇടയാക്കുക. മുൻപ് ലോകമഹായുദ്ധങ്ങൾ വരുത്തിവെച്ച നാശനഷ്ടങ്ങളുടെ കണക്കുകൾ കുറച്ചൊന്നുമല്ലെന്ന സത്യവും നമുക്കെല്ലാം അറിവുള്ളതാണ്. മനുഷ്യ മനസ്സുകളിലാണ് യുദ്ധം ആരംഭിക്കുന്നത്. അതിനാൽ സമാധാന ശ്രമങ്ങൾ കെട്ടിയുയർത്തേണ്ടതും മനുഷ്യ മനസ്സുകളിൽ നിന്ന് തന്നെയാകണം. മനുഷ്യന്റെ മനസ്സ് നന്നായാൽ ലോകം സമാധാനഭരിതമായി. ആയതിനാൽ നമ്മുടെ സർവശക്തനായ ദൈവത്തെ വിളിച്ച് ലോക സമാധാനവും ശാന്തിയും ഇവിടെ കൈവരുവാൻ പ്രാർത്ഥിക്കാം. യേശു പഠിപ്പിച്ച പോലെ സമാധാനത്തിന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും അക്രമരഹിതമായ നല്ല നാളെയെ കെട്ടിപ്പടുക്കുവാനും നമുക്ക് ഒരുമിച്ച് കൈകോർക്കാം.